പിന്നെ വലിയൊരു സംഭവം വരുന്നുണ്ട്. എന്താണ് കല്യാണമാണോ? അത് പറയാൻ പറ്റൂല. മൂവിയാണോ? ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റൂല. അങ്ങനെ വെച്ച് നിങ്ങക്ക് മനസ്സിലാവൂല. 2-3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും സർപ്രൈസ് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ. വേറെ അറേഞ്ച് മാരേജ് ആയിരിക്കും? കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. കല്യാണം വേണമെന്ന് ചിലപ്പോ രണ്ടും കൂടെ ഉള്ള മാരേജ് ആയിരിക്കാം. ഉടനെ കാണൂല്ലേ? ഞങ്ങൾക്ക് ആഗ്രഹം പെട്ടെന്ന് നടത്തണതാണ്. എന്ന് വെച്ചാൽ പ്രായമായി വരുമല്ലേ, കല്യാണ പ്രായമായല്ലോ. ഈ നാട്ടുകാരെ അറിയിക്കേണ്ടതാ. വയസ്സൊന്നും പറയുന്നില്ല. അപ്പോൾ പക്ഷെ അവളിപ്പോഴേ വേണ്ട, കുറച്ചുകൂടെ കഴിയട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഒരു വർഷത്തിനൊക്കെ നടത്തണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അമ്മയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? അങ്ങനെ ചോദിച്ചാൽ ഭയങ്കര സപ്പോർട്ടാണ്. ലൈക്ക് എല്ലാ കാര്യത്തിനും എന്നെ ഇങ്ങനെ പുഷ് ചെയ്യും. അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തില്ല. പക്ഷെ അമ്മയുടെ ആ ഒരു സപ്പോർട്ട് കാരണമാണ് ഇത്രയും വരെ ചാനലിൽ ഫീൽഡിലായാലും എല്ലാ കാര്യത്തിലും ഇനി റിയാലിറ്റി ഷോയിൽ വിളിച്ചാൽ പോകും. ഏത് ചാനലായിരുന്നു? റിയാലിറ്റി ഷോയിൽ വിളിച്ചാൽ പോകില്ല എന്ന് ഞാൻ പറയില്ല. അവിടെ ചിലപ്പോൾ പോകുമായിരിക്കും. ഞാനില്ല റിയാലിറ്റി ഷോയിലില്ല. ഞാൻ ആദ്യമായിട്ട് ചെന്ന് പെട്ടുപോയതാണ്. പക്ഷേ ഒത്തിരി അനുഭവിച്ചു. സൈബർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തേക്കാം. എന്നാൽ ഞാനും അവളും നമുക്ക് ഒരു ട്രോഫി 5ാം സ്ഥാനം തന്നു. അപ്പോൾ ആ ട്രോഫി വേണ്ടെന്ന് പറഞ്ഞു. എന്താ പറയുന്നത്, അവരുടായ്പൊക്കെ കാണിച്ചിട്ടാണ് ഞങ്ങൾക്ക് 5ാം സ്ഥാനത്തൊക്കെ ആക്കിയത്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്നത്. പക്ഷേ 5ാം സ്ഥാനത്ത് വന്നപ്പോഴത്തേക്ക് ഒരു ട്രോഫി മാത്രം വന്നപ്പോൾ എനിക്കൊരു സങ്കടമായിപ്പോയി. ഞങ്ങളത് വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞതിന് ഈ ലോകം മൊത്തം അഹങ്കാരിയായ അമ്മയും മകളും. ഇന്നും അങ്ങനെയാണ്. ആ യൂട്യൂബ് എന്തെങ്കിലും നിങ്ങളിപ്പോൾ ഇത് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വരും അഹങ്കാരിയായ അമ്മയും മകളും. ഉറപ്പാണ്. നിങ്ങളിത് യൂട്യൂബ് കാണാൻ വരും ഉറപ്പായിട്ടും. ഞങ്ങൾ എന്താ അഹങ്കാരം കാണിച്ചത്? ഞങ്ങൾ അഹങ്കാരമാണോ കാണിച്ചത്? മൊത്തം സ്റ്റോറി എല്ലാവർക്കും അറിയത്തില്ല. പെട്ടെന്ന് നമ്മൾ അപ്പം എന്താണോ കാണുന്നത് അത് വെച്ചിട്ടായിരിക്കും എല്ലാവരും ജഡ്ജ് ചെയ്യും. അല്ല, ഇപ്പോൾ ഈ കലോത്സവങ്ങളിൽ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, കലോത്സവത്തിലൊക്കെ കണ്ടില്ലേ, ഇപ്പം കലോത്സവം നടക്കുമല്ലോ, എല്ലാ ദിവസവും അടിയാണ്. ജഡ്ജസ് തന്നെ മാർക്ക് കുറച്ചു അല്ലെ അങ്ങനെ. അതുപോലൊരു സിറ്റുവേഷനിൽ കൂടാണ് ഞങ്ങൾ കിടന്നത്. അപ്പം ഞങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾക്ക് ട്രോഫി വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ഈ ലോകം മൊത്തം ഞങ്ങളെ സൈബർ അറ്റാക്ക് എന്നും പറഞ്ഞ് സൈബർ ബുള്ളിങ് ഒക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ എഴുതി അടിയിൽ വിടുന്നവരുണ്ടല്ലോ, അവരറിയുന്നില്ല നമ്മുടെ മാനസികാവസ്ഥയെന്ന്. ഞങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെയാണ് അഭിമുഖീകരിക്കുന്നത്. ഇന്നും അഹങ്കാരി. ഞങ്ങളുടെ റീൽസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടി വരും അഹങ്കാരികൾ കേട്ട് അവർ കിടന്ന് പറയട്ടെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഇപ്പം ഞങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിലോട്ട് ഞങ്ങൾ എന്നാലും റീൽസ് ചെയ്യും. ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യും. ഇന്റർവ്യൂവിന് ശേഷം ഇതേപോലെ കമന്റുകളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ ഒരു ചാനലിനെ നിങ്ങളെ ഭാഗത്ത് അവിടെ നിന്ന് എന്തെങ്കിലും കോൾ വന്നായിരുന്നോ? ഇല്ല, ചാനലിൽ നിന്ന് കോളൊന്നും വന്നില്ല. പക്ഷേ ഈ ഷോ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അതിൻ്റെ ഡയറക്ടറെ പിന്നെ അതിൻ്റെ ആൾക്കാരെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെയൊക്കെ അവരുടെ വേറൊരു ഷോയ്ക്ക് മെർമെയ്ഡ് ഹോട്ടലിൽ വെച്ചിട്ട് കണ്ടായിരുന്നു. സംസാരിച്ചു, ഹാപ്പിയായിട്ട് സംസാരിച്ചു. നമ്മൾ അത് എന്ന് വെച്ചാൽ അത് കഴിഞ്ഞല്ലോ. അത് നമ്മൾ പിന്നെ അവർക്കും ബാധകമല്ലെന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിച്ച് നമ്മൾ ഹാപ്പിയായിട്ട് അവരോട് തിരിച്ച് സംസാരിച്ചത്. അതല്ലേ വേണം. അവർ അന്ന് കഴിഞ്ഞു പോയി. പക്ഷേ ഇത് കാണുന്ന ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ അഹങ്കാരം കാണിച്ചു. വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് വലിയ രീതിയിൽ പറയാൻ പറ്റില്ല. നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ സൂയിസൈഡ് ചെയ്തു പോകുന്നു. ഞാനൊക്കെ ആദ്യമൊക്കെ ഡിപ്രഷൻ അടിച്ചിട്ട് ആ ഒരു ഇതിലായിപ്പോയായിരുന്നു. പക്ഷെ എൻ്റെ മോളും എൻ്റെ ഹസ്ബൻഡ് ഇവള് ഭയങ്കര സ്ട്രോങ് ആണ്. എൻ്റെ ഹസ്ബൻഡും എനിക്ക് എൻ്റെ വീട്ടുകാരൊക്കെ എനിക്ക് കട്ടയ്ക്ക് കൂടായിരുന്നു. പിന്നെ എൻ്റെ മഹാദേവൻ ഞങ്ങളെ ചേർത്ത് പിടിച്ച് അതിനകത്തൊന്ന് പുറത്ത് വരണമെന്ന് പറയാൻ പറ്റൂല. ഞാൻ 2 ആഴ്ചയൊക്കെ കട്ടില. നമുക്ക് മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. ഇപ്പോൾ കൂടുതലും നെഗറ്റീവ് സൈഡാണ്. ആൾക്കാർ എന്താണ് സംഭവം എന്ന് അറിയാതെ ഓരോരുത്തരും, ഇപ്പം ഞങ്ങൾ മാത്രമല്ല പല ആൾക്കാരെയും സൈബർ ഇന്നത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ദിവസം വേറെ അത് കിട്ടുമല്ലോ. അതെ, ഓരോ ന്യൂസ് വന്നുകൊണ്ടിരിക്കുമല്ലോ. ഇപ്പം ഞാൻ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ചെയ്ത് വീഡിയോ ഇടുമ്പം അതിൻ്റെ അടിയിൽ വന്നിട്ട് വെറുതെ എന്താ പറയാൻ പറ്റില്ല. എനിക്കൊന്നും മലയാളത്തിലെ ഇത്രയും ഒരു അറ്റാക്കൊക്കെ കൊടുക്കുന്നുള്ളൂ. കാരണം മറ്റുള്ള ഭാഷകളിൽ എനിക്ക് അറിയില്ല, ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. മലയാളികൾ എവിടെ കണ്ടു കഴിഞ്ഞാലും ഒരു കാരണമില്ല, അത് വെറുതെ എന്തെങ്കിലും ഒരു ചീത്ത അതിൻ്റെ അടിയിൽ എഴുതുക. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു
പോസിറ്റീവ് ഒന്നും ഒരു നല്ല കാര്യമാണെങ്കിലും അതിനകത്ത് ഒരു നെഗറ്റീവെങ്കിലും ഉണ്ട്. എന്ത് കാര്യത്തിന് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമല്ലേ ഞങ്ങൾ. അങ്ങനെ അതിനകത്ത് തന്നെ ഞങ്ങളിപ്പം റിക്കവറായി. പിന്നെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം മുന്നോട്ടും. ഇവർക്കും ഇപ്പം നിങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് സഹകരിച്ചൊക്കെ പോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ദൈവം സഹായിക്കുകയാണെങ്കിൽ അടുത്ത് തന്നെ ഉണ്ടാകും. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഹാപ്പിയല്ലേ? ആ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഇപ്പം ഞങ്ങൾ എന്താ പറയുക റീൽസിൽ കൂടെ ഞങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നു. ഞാൻ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ റീൽസ് ചെയ്യും. കാരണം ആർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ. എന്നെയൊക്കെയാണെങ്കിൽ വീടിനകത്ത് എന്ന് വെച്ചാൽ ഞാൻ പുറത്തോട്ടൊന്നും ഒരു കാര്യത്തിനും പോലും ഇറങ്ങാത്ത ഒരാളായിരുന്നു. അവളുടെ പുറകിൽ ഇങ്ങനെ അമ്മയായിട്ട് പുറകെ ഇങ്ങനെ നടന്നു. പക്ഷെ അവളുടെ ഒരു സപ്പോർട്ട് വന്നത് കാരണം റീൽസ് ഇപ്പോൾ അവളെ കാട്ടി കൂടുതൽ എനിക്ക് ഇഷ്ടം. ഇപ്പം ഞങ്ങളിപ്പോൾ അങ്ങോട്ട് റീൽസ് ചെയ്യാൻ പോകുമായിരുന്നു. എല്ലാ ദിവസവും ഓരോ റീൽസ് ഇടും ഞങ്ങൾ കേട്ടോ. ഇപ്പം ആരും വിമർശിച്ചാലും ഞങ്ങൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു.